ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ മാത്രം കണ്ടു നടന്നിരുന്ന ഞാൻ എങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ എന്നോട് ആരെങ്കിലും എന്താ നിങ്ങളുടെ വലിയ ഡ്രീം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്നൊക്കെ ചോദിച്ചാൽ ഒരു വട്ടം പോലും ആലോചിക്കാതെ ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക. അതായത് വലിയ വാർപ്പിട്ട എന്താ പറയുക ടെറസുള്ള കുളിക്കാൻ ഷവറുള്ള വീടുണ്ടാവുക എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വലിയ സ്വപ്നം കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കുറച്ചുകൂടി വലുതായപ്പോൾ പിന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്താ ഡ്രീം. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ചോദിക്കുമല്ലോ നമ്മളോട് ടീച്ചേഴ്സ്, ഡ്രീം എന്താണെന്ന് ചോദിക്കുമല്ലോ. പുതിയ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കും അംബീഷൻ എന്താണെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ ഞാൻ അംബീഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ച് എന്തെങ്കിലും ജോലിയിലെത്തുക എന്നുള്ളൊരു കാര്യമില്ലാതെ വേറെ കാര്യങ്ങളൊന്നും അന്നൊക്കെ അറിയില്ല. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേക സ്വപ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് താജ്മഹൽ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെന്ന് നിൽക്കേണ്ടത് താജ്മഹലല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് സ്വപ്നം കാണാൻ പാടില്ല. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ സ്വപ്നം കാണൽ പോലും ഭയങ്കര പിശുക്കിയിട്ടാണ് സ്വപ്നം കണ്ടിരുന്നതെന്ന്. ചിലപ്പോൾ എൻ്റെ വീട് അറ്റ്മോസ്ഫിയർ ഒക്കെ എന്നെ അങ്ങനെ ആക്കിയതായിരിക്കും കേട്ടോ. എന്നോട് ഒരിക്കലും എൻ്റെ ഉമ്മ ഇപ്പം നീ സ്വപ്നം കാണരുത് അല്ലെങ്കിൽ നീ അവിടെ എത്തരുത് പഠിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനെന്തോ അവരെ അവസ്ഥ അറിയുന്നത് കൊണ്ട് എന്തോ ഞാൻ ഭയങ്കര പരിധിക്കുള്ളിൽ നിന്നിട്ടാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ആലോചിക്കും എനിക്കിതിനൊക്കെ പറ്റുമോ, എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വളർന്ന സിറ്റുവേഷൻ ഇതിനൊന്നും നമ്മളെ അനുവദിക്കുന്നുണ്ടാവില്ല എന്നുള്ളൊരു സാധനമായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ ഒരു +2 ഒക്കെ എത്തിയപ്പോൾ പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും താജ്മഹൽ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. അതും കൂടി നടന്ന ലൈഫിലൊക്കെ ശരിയായി, എന്താ പറയുക ഫുള്ള് കറക്റ്റായി എന്നൊക്കെ ഉള്ളൊരു വിചാരത്തിലായിരുന്നു കേട്ടോ ഞാൻ. സത്യം പറഞ്ഞാൽ പൈസ കൊടുത്ത് വലിയ വലിയ കോളേജിൽ പഠിക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങി ഏതെങ്കിലും ഗവൺമെൻറ് കോളേജുകളിൽ ചേർന്നിട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എന്താ പറയുക PGക്കൊക്കെ എനിക്ക് കിട്ടിയത് സെൽഫ് ഫിനാൻസ് കോളേജിലായതുകൊണ്ടും മാസം 18,000 19,000 ഒക്കെ കൊടുക്കാൻ എൻ്റെ ഫാമിലീൻ്റെ അടുത്ത് ഉണ്ടാവില്ല, അത് അഫോർഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ടൊക്കെ ആ നല്ല നല്ല കോളേജൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഓപ്പൺ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുറഞ്ഞ് സ്വപ്നം കണ്ടിരുന്ന ആളാണ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം എന്നിട്ട് ഞാൻ ഒരു +2 ഒക്കെ കഴിഞ്ഞു, എന്താ പറയുക കുറച്ചുകൂടെ വലുതായി ഡിഗ്രി ഒക്കെ എത്തിയ സമയത്താണ് ഞാൻ എൻ്റെ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ കുഞ്ഞു സ്വപ്നങ്ങൾ വെച്ച് നടക്കുന്ന ഞാനാണ് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ട്ണർ ഹസ്ബൻഡാണ്. അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം എനിക്ക് അന്നും ഇതേ സ്വപ്നങ്ങളൊക്കെ തന്നെ, സ്വന്തമായിട്ടൊരു വീട് വേണം, അല്ലെങ്കിൽ താജ്മഹൽ ഒന്ന് പോയി കാണണം, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അത്യാവശ്യം നന്നായി വീട്ടുകാരെ വെറുപ്പിക്കാതെ പഠിപ്പിക്കണം, എവിടെയെങ്കിലും ഒരു ജോലി നേടണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ടു, പരിചയപ്പെട്ടു, നല്ല ഫ്രണ്ട്സായി, കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിക്കാൻ ആദ്യമൊന്നും ഫാമിലീൻ്റെ സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കാണ് ജീവിതം തുടങ്ങിയത്. അപ്പോൾ ഫാമിലി ഇല്ല, സ്വന്തമായിട്ടൊരു വീടില്ല, ഇങ്ങനെയൊക്കെ സീറോയിൽ നിന്നിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് സ്വപ്നം കാണാൻ അതിനേക്കാളും പേടിയായിപ്പോയി. പണ്ടെന്ന് പറയാൻ എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫാമിലി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഭയങ്കര പരിമിതിപ്പെട്ടിട്ടാണ് സ്വപ്നം കണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു മാരീഡ് ലൈഫിലേക്ക് കടന്നപ്പോൾ എനിക്കാണെങ്കിൽ ആരുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ എന്നുള്ള തോന്നലിൽ ഞാനൊരു ആഗ്രഹവും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് വേണമെന്നോ ഇത് വേണമെന്നോ അവിടെ പോകണമെന്നോ ഇവിടെ പോകണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനിനി പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ടും ഞാനിതൊന്നും പറയാതെ ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. ഇങ്ങനെ താജ്മഹൽ പോകണമെന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക എന്നോ സംസാരിച്ചതിൽ കിട്ടിയതാണ് മൂപ്പർക്ക്. അല്ലാണ്ട് അറിയില്ല എനിക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല, കുറച്ച് ആഗ്രഹങ്ങളേ ഉള്ളൂ. വീട് പിന്നെ എൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ വീടൊക്കെ ആയി. ആ വീട്ടിലേക്ക് അധികം നിൽക്കാനും പറ്റില്ല, അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് പോകുകയും ചെയ്തു. അപ്പോൾ പിന്നെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്റ്റൻ്റ് പഠിച്ചിരുന്നതുകൊണ്ട് തന്നെ ഞാൻ PG ചെയ്തു. ഹസ്ബൻഡ് വർക്കിന് പോവുകയും ചെയ്തു. വന്ന് ആകെ 8,000 രൂപ സാലറിക്കാണ് വർക്ക് തുടങ്ങിയത്. അങ്ങനെ ഈ 8,000 രൂപ സാലറി വെച്ച് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആയപ്പോഴത്തേന് എന്നോട് ചോദിച്ചു നമുക്കൊരു ട്രിപ്പ് പോയാലോ. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ, വല്ല വയനാടോ ഊട്ടിയോ, ഇതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പം എന്നോട് അങ്ങനെയല്ല, നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയാലോ. അപ്പം ഞാൻ ചോദിച്ചു ഓൾ ഇന്ത്യ ട്രിപ്പ്
എന്തേ അത് അങ്ങനെ പോകാൻ പറ്റൂല നമുക്കെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇല്ല നമ്മളെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ അങ്ങനെയൊക്കെ ട്രിപ്പ് പോവുക, അതൊന്നും സാരമില്ല നീ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും ബാഗൊക്കെ കെട്ടിപ്പിറക്കി വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഒരു AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്ന് നേരെ ഡൽഹി പോയി. ആദ്യം ആഗ്ര ഇറങ്ങി, പിന്നെ ഡൽഹി പോയി, പിന്നെ പഞ്ചാബ് പോയി, മണാലി പോയി, കാശ്മീർ പോയി. അങ്ങനെ ഒരുവിധം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ അന്ന് എത്തി. അന്ന് ഞാൻ ആദ്യമായിട്ട് താജ്മഹൽ കണ്ടു. അപ്പോൾ പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നൊരു ട്രിപ്പായിരുന്നു അത്. അപ്പോൾ ഇയാൾ ഈ 8000 നിന്ന് പിടിച്ചു വെച്ച പൈസ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് കേട്ടോ. അത് വേറെ കാര്യം. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് പിന്നെ ബക്കറ്റ് ലിസ്റ്റ് ഇല്ല. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കാര്യം താജ്മഹൽ. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹങ്ങളും ഇല്ല. ഞാൻ ആകെ അന്തം വിട്ടു. പഠിച്ചവന് എനിക്ക് ഇത്ര ആഗ്രഹങ്ങളേ ഉള്ളൂ. അതൊക്കെ നടന്നു കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു 1 വർഷമായപ്പോൾ ഇതിന്. അപ്പം എന്നോട് ഇങ്ങനെ ഹസ്ബൻഡ് പറയും, നീ എന്തിനാണ് ഇങ്ങനെ സ്വപ്നം കാണാൻ ഇങ്ങനെ പിശിക്കണത്? നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമുക്ക് പറ്റൂല എന്നാരേ പറഞ്ഞു, നമ്മളെ കൊണ്ട് എല്ലാം പറ്റും, പറ്റാതിരിക്കുന്നില്ല. അന്ന് മുതൽ ഞാനിങ്ങനെ സ്വപ്നം കാണാൻ പഠിച്ചു തുടങ്ങി കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ അന്ന് മുതൽ ഹസ്ബൻഡ് സ്വപ്നം കണ്ടതാണ് UK വരിക, അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്ത് പോവുക. ഹസ്ബൻഡ് എപ്പോഴും പറയും, എൻ്റെ പാസ്പോർട്ടിൽ സീലടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഗൾഫ് കൺട്രി ആവരുത്, പുറത്തുള്ളവർ ഏതെങ്കിലും യൂറോപ്പ് കൺട്രിയിലേക്ക് സീലടിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുള്ളൂ. ഞാൻ വിചാരിക്കും, ഈ മനുഷ്യത് എന്ത് കണ്ടിട്ടാണ് ഇത്ര വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? എനിക്കൊക്കെ സ്വപ്നം കാണാൻ പേടി, ഞാൻ അവിടെ വരെ എത്തുമോ, നമ്മൾ ഇത്രയും കുഞ്ഞിൽ ജീവിതത്തിലല്ലേ ജീവിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ. അങ്ങനെ കറക്റ്റ് ഒരു കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് UK വരാനുള്ളതൊക്കെ റെഡിയായി. ഞങ്ങൾ UK അപ്പോൾ അത് ഞാനൊരു ഭയങ്കര സ്വപ്നം കണ്ട് നേടിയെടുത്ത സാധനമൊന്നുമല്ല. ഹസ്ബൻഡ് കാര്യമായി സ്വപ്നം കണ്ടിരുന്നു, അതിൻ്റെ കൂടെ ഞാനും പെട്ടു എന്നുള്ളതാണ്. ഇനി ഇവിടെ എത്തിയപ്പോഴും ഞാൻ ഭയങ്കര ഒരു ഡ്രീം വേൾഡിലാണ്. ഇതാണോ റിയാലിറ്റി, അതോ നാട്ടിൽ നിന്നതാണോ റിയാലിറ്റി എന്നൊക്കെ മനസ്സിലാകാനുള്ള സമയം എനിക്ക് കുറേ സമയം എടുത്തു മനസ്സിലാവാൻ വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ പഠിത്തം, വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര എൻഗേജ്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ ലൈഫ് സ്റ്റൈല് മാറി, കൾച്ചർ മാറി, നമ്മൾ കാണുന്ന ആൾക്കാർ മാറി, പരിചയപ്പെടുന്ന ആൾക്കാരുടെ ലെവല് മാറി. അപ്പോൾ പിന്നെ നമ്മളും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ ഇങ്ങനെ വളരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സ്വപ്നം കാണാൻ പിശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നേടാൻ പറ്റുന്നുണ്ട്. ഇപ്പം എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് ഒന്നുമില്ല, എല്ലാ സ്ഥലത്തും പോകണം. ആദ്യം ഞാൻ അറ്റ്ലീസ്റ്റ് താജ്മഹൽ മാത്രം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഞാനിപ്പോൾ വേൾഡ് വൈഡ് കറങ്ങണം, അല്ലെങ്കിൽ എല്ലാ കൺട്രികളിലും നമുക്ക് കാലുകുത്തണം, എല്ലാ കൺട്രീൻ്റെ സീലും നമ്മളെ പാസ്പോർട്ടിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിത സാഹചര്യം മാറ്റി, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരാളിങ്ങനെ കട്ടയ്ക്ക് സ്വപ്നം കാണാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സ്വപ്നം കാണാൻ പറ്റിയത്. UK വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിലാണ് നിൽക്കുന്നത്. സ്കോട്ട്ലാൻഡ് പോയി, വെയിൽസ് പോയി, സ്പെയിന് പോയി, അവിടെ തന്നെ ബാഴ്സലോണ പോയി, ന്യൂസിലാൻഡ് പോയി. അങ്ങനെ ഒരുവിധം ചെറിയ ചെറിയ കൺട്രീസിലൊക്കെ, വലിയ വലിയ കൺട്രീസിൽ ചെറിയ ചെറിയ യാത്രകൾ നടത്തി. പിന്നെ ഇനി വലിയ വലിയ യാത്രകളും വലിയ വലിയ സ്വപ്നങ്ങളും ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ജോയർ വോൾഡാറിൽ പറഞ്ഞ പോലെ, ആരാണ് പെൺകുട്ടികളെ സ്വപ്നം കാണാനുള്ള പരിധിയൊക്കെ നിശ്ചയിക്കുന്നത്? അങ്ങനെ നിശ്ചയിക്കുന്ന ആരുമില്ല, നമ്മൾ തന്നെയാണ് നമ്മളെ സ്വപ്നങ്ങൾക്ക് വിലങ്ങായി നിൽക്കുന്നത്. ഈ നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സ്വപ്നം കാണാൻ പിശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മളെ കൂടാതെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടോ, നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.